ഫിനാൻസിങ് എന്താണെന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതിലെ മീനിങ് എന്താണ്, അതേപോലെ തന്നെ ലീസിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ എന്താണ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് ഇത് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് മീനിങ് ഓഫ് ദ ലീസ് എന്ന് പറയുന്നത്. എന്താണ് ലീസിൻ്റെ മീനിങ് എന്താണ്? ലീസ് എന്ന് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനെടുക്കുകയാണ്, പാട്ടത്തിനൊക്കെ ഒരു അസറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, ലീസ് ഈസ് എ റൈറ്റ് ടു യൂസ് ദ അസറ്റ്. എന്താണ്, ആ ഒരു അസറ്റ്, ഏതെങ്കിലും ഒരു അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, ലീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലോങ് ടേം ഫിനാൻസിങ് മെത്തേഡ്. ലീസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻസിങ് മെത്തേഡാണ്. അതായത് നമുക്ക് ലോങ് റണ്ണിക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫിനാൻസിങ് മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ഓണർ ഓഫ് ദ അസറ്റ് ആൻഡ് യൂസർ ഓഫ് ദ അസറ്റ്. ഓണറും, അതായത് ഈ ഒരു അസറ്റിൻ്റെ ഓണറും യൂസറും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റിനെയാണ് എന്ത് പറയുക, ലീസ് എന്ന് പറയുന്നത്. ഓണറിനെയാണ് എന്ത് പറയുന്നത്, ലെസ്സർ എന്ന് പറയുന്നത്. യൂസറിനെയാണ് എന്ത് പറയുന്നത്, ലെസ്സി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താ പറയുന്നത്, ലെസ്സി പെയ്ഡ് റെൻറ്റ് ടു ലെസ്സർ. എന്താണ്, ലെസ്സി ഒരു റെൻറ്റ് പേയ്മെൻറ്റ് നടത്തും. ഓക്കെ, ഒരു കൺസിഡറേഷനായിട്ട്, ഇങ്ങനെ ലീസിന് എടുക്കുന്നതിന് ഒരു കൺസിഡറേഷനായിട്ട് ലെസ്സി എന്ത് ചെയ്യും, അതായത് ആ ഒരു അസറ്റ് യൂസ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും, ഓണറായിട്ടുള്ള ലെസ്സർക്ക് ഒരു എമൗണ്ട് പേയ്മെൻറ്റ് നടത്തും. സോ ആ ഒരു എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, റെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താ പറയുന്നത്, ലെസ്സി ഡസ് നോട്ട് ഇൻവെസ്റ്റ് എനി എമൗണ്ട് ഇൻ ദ അസറ്റ് ബട്ട് ഹി ഹയേഴ്സ് ആൻഡ് യൂസ് ദ അസറ്റ്. എന്ത് ചെയ്യുന്നില്ല, ലെസ്സി എന്ന് പറയുന്നിട്ടുള്ള ആൾ, അതായത് ലെസ്സി ആരാണ്, നമ്മുടെ ആ ഒരു അസറ്റ് യൂസ് ചെയ്യുന്ന ആളിനെയാണ് എന്ത് പറയുന്നത്, ലെസ്സി എന്ന് പറയുന്നത്. സോ അവരെന്ത് ചെയ്യണില്ല, ആ ഒരു അസറ്റിൽ, ഏത് അസറ്റാണ് അവർ ലീസിന് എടുത്തിട്ടുള്ളത്, ആ ഒരു അസറ്റിൽ അവരെന്ത് ചെയ്യണില്ല, ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്തുന്നില്ല, പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഹയർ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് പറയാൻ പോകുന്നത് എലമെൻറ്റ്സ് ഓഫ് ലീസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് എലമെൻ്റ് ആണ് പാർട്ടീസ് എന്ന് പറയുന്നത്. സോ ഇതിൽ രണ്ട് പാർട്ടീസാണ് മെയിനായിട്ട് ഉണ്ടാവുക. ഒന്ന് ലെസ്സറും പിന്നൊന്ന് ലെസ്സിയും. ലെസ്സർ എന്ന് പറയുന്നത് ഓണറാണ്. ഓണറിനെയാണ് എന്ത് പറയുന്നത്, ലെസ്സർ എന്ന് പറയുന്നത്. ആരാണോ ആ ഒരു അസറ്റ് യൂസ് ചെയ്യുന്നത് അതിനെയാണ് എന്ത് പറയുക, യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് അസറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് ഗിവൺ ടു ഓൺ ലീസ്. എന്താണ്, ലീസിന് കൊടുക്കുന്ന പ്രോപ്പർട്ടി ഏതാണോ അതിനെയാണ് എന്ത് പറയുന്നത്, അസറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ വന്നിട്ട് ഏതൊക്കെയാവാം, ലാൻഡ് ആവാം, ബിൽഡിംഗ് ആവാം, മെഷീനറി ആവാം, എക്യുപ്മെൻറ്റ്സ് ആവാം, എക്സെട്ര. ഇതിൽ ഏത് വേണമെങ്കിലും ആവാം എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, അടുത്തതാണ് ലീസ് പീരീഡ് എന്ന് പറയുന്നത്. സോ ലീസ് പീരീഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ഡൺ ദ ലീസ് എഗ്രീഡ് ബൈ ദ ലെസ്സർ ആൻഡ് ലെസ്സി. ലെസ്സറും ലെസ്സിയും എഗ്രി ചെയ്തിട്ടുണ്ടാകും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്പർ ഓഫ് ഇയേഴ്സ് വരെ ഈ ഒരു ലീസ് പീരീഡ് അല്ലെങ്കിൽ ഈ ഒരു ലീസ് കോൺട്രാക്റ്റ് എന്താണ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം എന്നവർ എഗ്രി ചെയ്തിട്ടുണ്ടാകും. സോ ആ ഒരു പീരീഡിനെയാണ് എന്ത് പറയുന്നത്, ലീസ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. കൺസിഡറേഷൻ എന്ന് വെച്ചാൽ പീരിയോഡിക് പേയ്മെൻറ്റ് ഡൺ ബൈ ലെസ്സി ടു ദെയർ ലെസ്സർ. എന്താണ്, ലെസ്സർക്ക് കൊടുക്കുന്ന ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ലെസ്സർക്ക് റെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അടുത്താണ് ഓണർഷിപ്പ് ആൻഡ് യൂസ് എന്ന് പറയുന്നത്. ഓണർഷിപ്പ് ആരുടെയിലായിരിക്കും, ഓണറിൻ്റെ തന്നെയായിരിക്കും. അതായത് ലെസ്സറിൻ്റെ തന്നെ ആയിരിക്കും ആ ഒരു ഓണർഷിപ്പ് ഉണ്ടാവുക. അത് യൂസ് ചെയ്യുന്നത് ആരായിരിക്കും, ലെസ്സി ആയിരിക്കും. ഓക്കെ, അടുത്താണ് എക്സ്പയറി ഓഫ് ദ ലീസ് എന്ന് പറയുന്നത്. സോ ആ ഒരു ലീസ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലീസ് എഗ്രിമെൻറ്റ് എക്സ്പയറി ആയി എന്നുണ്ടെങ്കിൽ, എക്സ്പയറി ഡേറ്റ് ആയി എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ ഒരു ലെസ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു അസറ്റ് പേർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു കോൺട്രാക്റ്റ്, ലീസ് കോൺട്രാക്റ്റ് എന്ത് ചെയ്യും, റിന്യൂ ചെയ്യും. അതായത് കുറച്ച് വർഷങ്ങൾക്ക് കൂടി അത് നീട്ടിക്കൊണ്ടു പോകാമെന്നുള്ള രീതിയിൽ ആ ഒരു ലീസ് കോൺട്രാക്റ്റ് വീണ്ടും എന്ത് ചെയ്യും, റിന്യൂ ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു അസറ്റ് റിട്ടേൺ ആയിട്ട് എന്ത് ചെയ്യും, ലെസ്സറിൻ്റെ തന്നെ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്താണ് ഫീച്ചേഴ്സ് ഓഫ് ലീസിംഗ് എന്ന് പറയുന്നത്. സോ ഫീച്ചേഴ്സ് ഓഫ് ലീസിങ്ങിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ഓർ എഗ്രിമെൻറ്റ്. അതായത് ലീസിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു കോൺട്രാക്റ്റിൽ രണ്ട് പാർട്ടീസ് ഉണ്ടാകും, ലെസ്സറും ലെസ്സിയും ആണ് ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ് ഈസ് സ്പെസിഫൈസ് ദ പീരീഡ് ഓഫ് കോൺട്രാക്റ്റ്. എന്താണ്, ആ ഒരു കോൺട്രാക്റ്റിൽ ആ ഒരു ലീസിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത എന്താ പറയുന്നത്, ലീസ് ഈസ് ഡൺ ബൈ
ലെസ്സർ ആൻഡ് ലെസ്സി. എന്താണ് ലെസ്സറും ലെസ്സിയുമാണ് എന്ത് ചെയ്യുന്നത് ഈ ലീസ് നടത്തുന്നത്. സോ ഈ ഒരു ലീസ് കോൺട്രാക്റ്റ് വഴി അല്ലെങ്കിൽ ലീസ് എഗ്രിമെൻറ്റ് വഴി എന്താണ് ലീസ് നടത്തുന്ന 2 പാർട്ടീസാണ് ഉള്ളത്. ഒന്ന് ലെസ്സറും പിന്നൊന്ന് ലെസ്സിയും. ലെസ്സർ എന്ന് പറയുന്നത് ആ ഒരു അസറ്റിൻ്റെ ഓണർ എന്ന് പറയുന്ന വ്യക്തിയും ആ ഒരു അസറ്റ് യൂസ് ചെയ്യുന്നത് ആരാണോ അവനെയാണ് എന്ത് പറയുക ലെസ്സി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത് ലെസ്സി പേയ്സ് ദ ലീസ് റെൻ്റൽസ് ടു ദ ലെസ്സർ. ലീസ് റെൻ്റൽസ് ആർക്കാണ് കൊടുക്കുന്നത്? ലെസ്സർക്കാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അതായത് ആ ഒരു അസറ്റ് യൂസ് ചെയ്യുന്ന ആൾ ആ ഒരു അസറ്റിൻ്റെ ഓണർക്കാണ് എന്ത് ചെയ്യുന്നത് ലീസ് റെൻ്റൽസ് കൊടുക്കുന്നത്. സോ ഇനി ലീസിനെ തന്നെ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ലീസിനെ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്, പിന്നൊന്ന് ഓപ്പറേറ്റിംഗ് ലീസ്. ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇത്ര നേരം പറഞ്ഞിട്ടുണ്ടായിരുന്ന ലീസിൻ്റെ ചെറിയൊരു ഫോമായിട്ട് നമ്മൾ എല്ലാം കൂടിയിട്ടൊന്ന് സമ്മപ്പ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അസറ്റ് അക്വയർ ചെയ്യാൻ പറ്റുന്ന 3 വഴിയാണുള്ളത്. ഒന്ന് വന്നിട്ട് എന്താണ് നമുക്ക് ആ ഒരു അസറ്റ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഓൺ ക്യാഷ് എടുത്തിട്ട് നമുക്ക് ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ബോറോഡ് ഫണ്ടൊക്കെ യൂസ് ചെയ്തിട്ട് ആ അസറ്റ് വാങ്ങാനായിട്ട് പറ്റും. ഇപ്പോൾ ബോറോഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലോണൊക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു അസറ്റ് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ ലീസിന് എടുത്തിട്ട് വാങ്ങാനായിട്ട് പറ്റും. ഈ ഒരു ലീസാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടിയിരുന്നത്. സോ ലീസിൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു ഏതെങ്കിലും ഒരു അസറ്റ് നമ്മൾ പാട്ടത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിംഗ് ആണുള്ളത്. സോ ബിൽഡിങ്ങിൻ്റെ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഓണർ എന്ന് പറയുന്ന വ്യക്തി എ ആണ്. അപ്പോൾ എ ആണ് എന്താ അപ്പോൾ ഇവിടുത്തെ ലെസ്സർ എന്ന് പറയുന്നത് എ ആവും. അതായത് ഓണറാണ് ആര് എ എന്ന് പറയുന്നത്. ഇനി എ എന്ത് ചെയ്തു വേറൊരു വ്യക്തിക്ക്, അതായത് ബി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരാൾക്ക് ആ ഒരു അസറ്റ് ലീസിന് കൊടുത്തു. ഓക്കെ, ലീസിന് കൊടുത്തു. അപ്പോൾ ലീസിന് കൊടുത്തപ്പോൾ ബി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ആരാണ് ലെസ്സി എന്നാണ് പറയുന്നത്. ഓക്കെ, ലെസ്സി എന്ന് പറയും. അതായത് ആ ഒരു അസറ്റ് യൂസ് ചെയ്യുന്ന ആൾ യൂസർ. ഇനി ഇപ്പോൾ എന്താണ് അസറ്റ് എന്ത് ചെയ്തു എ എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ഓണർ ആ ഒരു യൂസർക്ക് കൊടുത്തു. അപ്പോൾ ആ യൂസ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യണം എക്ക് എപ്പോഴും റെൻ്റ് എമൗണ്ട് കൊടുക്കണം. അതായത് ഒരു പീരിയോഡിക്കലി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം ഒരു റെൻ്റ് എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു കോൺട്രാക്റ്റിൽ എയും ബിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് എന്ത് പറയുന്നത് ലീസ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ലീസ് ഫിനാൻസ് എന്നൊക്കെ പറയുന്നത്. സോ ഈ ഒരു കോൺട്രാക്റ്റിൽ എത്രയാണോ ആ ഒരു കോൺട്രാക്റ്റ് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു പീരീഡ് ഓഫ് ടൈം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത്ര നമ്പർ ഓഫ് പീരീഡിക്കാണ് അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ഇയേഴ്സിനാണ് ആ ഒരു കോൺട്രാക്റ്റ് വെച്ചിട്ടുള്ളത് എന്നവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ എൻഡിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പയറി ഡേറ്റ് എത്തിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ പറഞ്ഞിട്ടുള്ള ലെസ്സി, അതായത് നമ്മുടെ ഈ ഒരു കേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു അസറ്റ് ആ എൻഡിൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു പീരീഡ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ബി എന്ത് ചെയ്യുന്നു ആ ഒരു എക്സ്പയറി ഡേറ്റിൽ ബേബി അതിനെന്ത് ചെയ്യാം ആ ഒരു അസറ്റ് പേർച്ചേസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ആ ഒരു കോൺട്രാക്റ്റിന് റിന്യൂ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒരു അസറ്റ് ഇപ്പോൾ എൻ്റെ നിന്ന് ബി എടുത്തിട്ടുള്ള ഒരു അസറ്റ് ഉണ്ടല്ലോ ആ അസറ്റ് എന്ത് ചെയ്യുന്നു തിരിച്ച് എക്ക് തന്നെ എന്ത് ചെയ്യാം കൊടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെന്താണ് ഈ ഒരു കേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ലീസിൽ എന്താ മെയിനായിട്ട് പറയുന്നത് ചെറിയ ഫേമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു മെത്തേഡ് കൺവീനിയൻ്റ് ആണ്. കാരണം എന്താണ് അവരുടെ കയ്യിൽ ഒരുപാട് ക്യാഷൊന്നും ഇല്ലെങ്കിലും അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അസറ്റ് ലീസിൻ്റെ അടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മാസം അതിന് എന്ത് കൊടുക്കണമെന്നേ ഉള്ളൂ റെൻറ്റ് കൊടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു മിനിമം എമൗണ്ടിൽ തന്നെ അവർക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു അസറ്റ് ലീസിന് എടുത്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ എന്താണ് ഒരുപാട് എമൗണ്ട് പോവാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു അസറ്റ് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ആ ഒരു അസറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു അസറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മന്ത്ലി മാത്രം അതിന് കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് എമൗണ്ട് എന്ത് ചെയ്യുന്നില്ല ഒറ്റയടിക്ക് പോകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് വേറെ ഏതെങ്കിലും പർപ്പസിന് ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യാനായിട്ട് പറ്റും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലെസ്സി ഒരിക്കലും എന്താവില്ല, അതായത് ഇപ്പോൾ
യൂസർ എന്ന് പറയുന്ന ആൾ എന്താവില്ല, ഒരിക്കലും ആ ഒരു അസറ്റിൻ്റെ ശരിക്കുള്ള ഓണർ ആവില്ല. അതായത് എന്ത് ചെയ്യില്ല, എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ ഒരു അസറ്റിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യില്ല. എപ്പോഴും എന്തായിരിക്കും, ഓണർ എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും, അതായത് ലെസ്സർ തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ബി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, അതായത് ലെസ്സി എന്ന് പറയുന്ന ആൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് വരുത്തി, അവർ പറഞ്ഞിട്ടുള്ള ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് വരുത്തി എന്നുണ്ടെങ്കിൽ ലെസ്സർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് തന്നെ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇതിന് മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.